എപ്പോഴും ബിസിയാണ്. പക്ഷെ ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ? ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടക്കുന്നത് വരെ പലർക്കും ഒരു നിമിഷം പോലും ഫ്രീ ടൈം ഇല്ല. വാട്സപ്പ് മെസ്സേജസ്, ഫോൺ കോൾസ്, വീട്ടുജോലി, ഓഫീസ് വർക്ക്, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങള്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: ഇന്ന് ശരിക്കും ഞാൻ എന്താണ് അച്ചീവ് ചെയ്തത്? ദിവസം മുഴുവൻ ബിസിയാണ്, പക്ഷെ ജീവിതം അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. വെയിറ്റ് കുറയുന്നില്ല, ഇൻകം കൂടുന്നില്ല, കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഡ്രീംസ് ഉണ്ട്, പക്ഷെ അതൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. മനസ്സിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് സമയം കുറവായതുകൊണ്ടല്ല, നിങ്ങൾ ബിസിയാണ്, പക്ഷെ പ്രൊഡക്റ്റീവ് അല്ല. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ കഥ ഞാൻ പറഞ്ഞു തരാം. അവർ രാവിലെ 5:30 എഴുന്നേൽക്കും. വീട്ടിലെ കാര്യങ്ങള്, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കല്, വീട്ടില് പിന്നെ ഒരുപാട് വീട്ടു ജോലികൾ അവർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ വാട്സാപ്പിലെ മെസ്സേജ് ചെക്ക് ചെയ്യല്, സോഷ്യൽ മീഡിയ. അവർ വീണ്ടും ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെയും കുറെ വീട്ടു ജോലികളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ പഠിപ്പിക്കണം, രാത്രി ഡിന്നർ പ്രിപ്പയർ ചെയ്യണം. ഏകദേശം ഒരു രാത്രി 11-11:30 ഇവർ കിടക്കുമ്പോ അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അപ്പൊ അവർ പറഞ്ഞതൊരു കാര്യം: എനിക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ബിസിനസ് തുടങ്ങാനായിട്ട് ഇന്നത്തെ ദിവസം എന്താണ് ചെയ്തത്? അപ്പൊ അവര് കുറേ നേരം മിണ്ടാതെ നിൽക്കും. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല. കാരണം അവരുടെ ആ ദിവസം മുഴുവൻ അവർ എൻഗേജ്ഡ് ആയിരുന്നു, പക്ഷെ അവരുടെ ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഒരു സമയം പോലും അവർക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പലരുടെയും പ്രശ്നം ഇത് തന്നെയല്ലേ? അതായത് ബിസി വേഴ്സസ് പ്രൊഡക്റ്റീവ്. ബിസി എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ദിവസം 50 വാട്സാപ്പ് മെസ്സേജസിന് റിപ്ലൈ ചെയ്തു, ബിസിയാണ്. പക്ഷെ നിങ്ങളുടെ ബിസിനസ് വളരാൻ വേണ്ടി നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വളരാനായിട്ട് നിങ്ങൾ എന്താ പറയാ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്തു. അവിടെ നമ്മൾ ആ ടൈമിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു. 2 മണിക്കൂർ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തു. എന്നാൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് പോലും ഒന്ന് നടക്കാൻ പോവാട്ടെ, ഒരു വർക്കൗട്ട് ചെയ്യാവട്ടെ, ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. നിങ്ങൾ വളരെ ബിസിയാണ്, പക്ഷെ സ്വന്തം ജീവിതത്തിലെ പ്രധാന പ്രശ്നം ഇപ്പോഴും അൺടച്ച്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ്, അതായത് ബിസി എന്ന് പറയുന്ന ഒരവസ്ഥ, നിങ്ങൾ ബിസി ആകുന്ന അവസ്ഥ, ഒരുപാട് നിങ്ങൾ തിരക്കാണ്, പക്ഷേ ആ ഒരു തിരക്ക് നിങ്ങൾക്കൊരു സക്സസ് തരുന്നില്ല. പ്രൊഡക്ടിവിറ്റി ഗീവ്സ് യു പ്രോഗ്രസ്. നമുക്ക് പ്രോഗ്രസ്, യഥാർത്ഥ പ്രോഗ്രസ് തരുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ, എവറിത്തിങ് ഈസ് എ പ്രയോറിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കാര്യം നടക്കില്ല. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഇതും ചെയ്യണം, അതും ചെയ്യണം, എല്ലാം ചെയ്യണം, അവരോട് സംസാരിക്കണം, അത് തീർക്കണം, അതിനൊരു 10-20 ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും. പക്ഷെ നമുക്കൊരു 3 പ്രയോറിറ്റീസ് ഉണ്ട്. ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടൈമിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത ശേഷം, അല്ലെങ്കിൽ ബുക്കിൽ ഒരു ഫ്രഷ് പേജ് എടുത്ത ശേഷം എഴുതുക: ഇഫ് ഐ കുഡ് കംപ്ലീറ്റ് ഓൺലി 3 തിങ്സ് ടുഡേ, വാട്ട് വുഡ് മേക്ക് ടുഡേ സക്സസ്ഫുൾ. അതായത് ഇന്ന് എനിക്കൊരു 3 ടാസ്കുകൾ ചെയ്യണമെങ്കിൽ, 3 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, വാട്ട് വുഡ് മേക്ക് ടുഡേ സക്സസ്ഫുൾ, ഇന്നത്തെ ദിവസം
എനിക്ക് സക്സസ്ഫുൾ ആകാനുള്ള ഏത് 3 ടാസ്ക്കാണ് എനിക്ക് ചെയ്യാൻ പറ്റും, ആ 3 കാര്യങ്ങൾ മാത്രം 1, 2, 3 എന്ന് നിങ്ങൾ നമ്പർ ഇട്ട് എഴുതുക. എന്നിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് യു ആർ റിയാക്ടിങ് നോട്ട് ക്രിയേറ്റിംഗ്. അതായത് നിങ്ങൾക്ക് ദിവസം നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ആക്ച്വലി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതോ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫോൺ റിങ് ചെയ്തു, ഓടിപ്പോയി എടുത്തു, 5 മിനിറ്റ് സംസാരിക്കണമെന്ന് വിചാരിച്ചു, 1.5 മണിക്കൂർ സംസാരിച്ചു, വാട്സാപ്പ് മെസ്സേജ് കണ്ടു, ഒരെണ്ണത്തിന് റിപ്ലൈ ചെയ്തു, അപ്പൊ അടുത്ത മെസ്സേജ് വന്നു, അങ്ങനെ സമയം പോയി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് തുറന്നു, അപ്പൊ നല്ല സാരിയുടെ പരസ്യം കണ്ട് അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആരെങ്കിലും സഹായം ചോദിച്ചു, നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു അതിന്റെ പുറകെ പോയി. അങ്ങനെ ദിവസം മുഴുവൻ നിങ്ങൾ ഇങ്ങനെ തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. മറ്റുള്ളവരുടെ പ്രയോറിറ്റീസ് ആണ് നിങ്ങളുടെ ദിവസം നയിക്കുന്നത്, ആ ഒരു അവസ്ഥ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാലുടനെ ഫോൺ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റീസിലേക്ക് ഫോക്കസ് കൊടുക്കുക. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചിലർ ഫോൺ എടുത്ത് നോക്കുന്ന കാണാം. ഫോണിനകത്ത് വാട്സാപ്പ് എടുത്ത് അതിന് മെസ്സേജസ് വന്നേക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. വാട്സാപ്പ് നോക്കി കഴിയുമ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നേരെ യൂട്യൂബിലേക്ക് പോവാം, പിന്നെ വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് വരിക. അതായത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ തവണയും നമ്മുടെ അറ്റൻഷൻ മാറുമ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു റൂള്, 1 ടാസ്ക് 1 ഫോക്കസ്. ഒരു ജോലി മാത്രം ഫോൺ മാറ്റിവെച്ച് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് ടൈമർ ഓൺ ചെയ്ത് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, അല്ലെ? അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് തന്നെ മാറും, അതിനകത്ത് യാതൊരു സംശയമില്ല. ശരിയല്ലേ? റീസൺ നമ്പർ 4 എന്ന് പറയുന്നത് യു ആർ ഹെൽപ്പിംഗ് എവ്രി വൺ എക്സെപ്റ്റ് യുവർ സെൽഫ്. അതായത് ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരും. അതായത് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ സമയം നൽകുന്നുണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, റിലേറ്റീവ്സ്. പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി, നിങ്ങളുടെ മാനസിക സമാധാനത്തിന് വേണ്ടി അതിനൊന്നും പലർക്കും സമയമില്ല. ശരിയല്ലേ? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മീ ടൈം സെറ്റ് ചെയ്യാം. ആ സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പഠിക്കുക, പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. 5ാമത്തെ റീസൺ എന്ന് പറയുന്നത് യു ആർ വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എനിക്ക് മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങാം. ഇന്നൊരു മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് ഇന്ന് എക്സസൈസ് ചെയ്യുന്നില്ല. മോട്ടിവേഷൻ വന്നാൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല. മോട്ടിവേഷൻ വന്നാൽ ഞാൻ ഡിസിപ്ലിൻഡ് ആവാം. മനസ്സിലാക്കേണ്ടത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മോട്ടിവേറ്റഡ് ഒന്നും ആയിരിക്കില്ല. അവർക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവും. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. ഡിസിപ്ലിൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ ചെയ്യും, എനിക്കത് ചെയ്തേ പറ്റൂ, അല്ലെ? അപ്പൊ നമ്മുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡിനെ ആശ്രയിച്ചായി കഴിഞ്ഞാൽ പ്രോഗ്രസ് വളരെ സ്ലോ ആയിരിക്കും. നമ്മളൊരു സിസ്റ്റം, ഒരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ 1% റൂൾ. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ദിവസം 1% ബെറ്റർ ആവുക. ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു 20 മിനിറ്റ് വായിക്കുക, ഒരു 30 മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ ഒരു 10 മിനിറ്റ് പ്ലാനിങ്ങിന് വേണ്ടി ചെലവാക്കുക, ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. ഒരു ദിവസം ചെയ്തിട്ട് നിർത്തിയാൽ ശരിയാവില്ല. അടുത്ത ദിവസം വീണ്ടും ചെയ്യുക, അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. അങ്ങനെ സ്മോൾ ആക്ഷൻസ് പ്ലസ് കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ. അതായത് കുഞ്ഞു 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 ആക്ഷൻ കൺസിസ്റ്റൻസിയോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്കിപ്പോ വലിയ മോട്ടിവേഷൻ ഒന്നും ഇല്ലെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വരണം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റെപ്പാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു 24 hour ചലഞ്ചാണ്. അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ബുക്ക് തന്നെ എടുക്കും, നോട്ട്ബുക്ക് എടുത്തിട്ട് അതിനകത്ത് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും.
എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോള് എന്താണ്? ചിലർ ഫോണിന്റെ നോട്ട്സിലൊക്കെ എഴുതി വെക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്താണ്? രണ്ടാമത്തെ ചോദ്യം, അതിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു ആക്ഷൻ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, നാളെ അതിനായിട്ട് എത്ര സമയം ഞാൻ മാറ്റിവെക്കും? അതിനൊരു സമയം എഴുതുക, ഒരു ടൈം ഡിസൈഡ് ചെയ്യുക. 9 AM, 2 PM, 7 PM അങ്ങനെ. കാരണം എ ഗോൾ വിത്തൗട്ട് എ ഷെഡ്യൂൾഡ് ആക്ഷൻ ഓഫൺ റിമെയിൻസ് ജസ്റ്റ് ആൻ ഇന്റൻഷൻ. അതായത് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതിയെ പുറത്തേക്ക്. ഇപ്പൊ മനസ്സിൽ പറയൂ, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ എന്റെ ലൈഫിന് പ്രയോറിറ്റി നൽകുന്നു. ഞാൻ ഓരോ നിമിഷവും എന്റെ ലൈഫിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. മെല്ലെ കണ്ണു തുറക്കൂ. ഓക്കെ മക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ലേസി ആകണം അല്ലെങ്കിൽ നിങ്ങൾ ലേസി ആണ് എന്നുള്ളതല്ല, നിങ്ങൾ കഴിവില്ലാത്തവരായതുകൊണ്ടുമല്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ദിവസം നിങ്ങൾ വളരെ തിരക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ശരിയായ ഒരു ധാരണ ഇല്ലാതെ, അതിനുവേണ്ടി ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം കേട്ടോ. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എന്ത് ബിസിയാണോ, അതോ എന്റെ ജീവിതം ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രയത്നിക്കുകയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നത്തെ ദിവസം എന്റെ ഫ്യൂച്ചർ സെൽഫിനായി എന്ത് ചെയ്തു? അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ യെസ്. ഇങ്ങനെ ഒരു ദിവസം, 2 ദിവസം, 30 ദിവസം, ഒരു വർഷം നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എത്ര ബിസി ആയിരുന്നു എന്നല്ല, ഞാൻ എത്ര ദൂരം മുന്നോട്ട് പോയി അല്ലെ. അതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നൊരു ഫീലിംഗ്. അപ്പൊ ബിസി ആയിരിക്കേണ്ട ആവശ്യമില്ല. ബി ഇന്റൻഷണൽ, ബി ഫോക്കസ്ഡ്, കീപ് മൂവിങ് ഫോർവേഡ്. നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട് നിരന്തരം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പലരും മറ്റാരെയോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ഒക്കെ എന്റെ ലൈഫിൽ വരും, അവര് വന്ന് എന്റെ ജീവിതം മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണ്. മക്കളെ, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർമാ അടുത്ത ഈ മാസത്തെ സിൽവർ ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് അഡ്മിഷൻ ഇല്ല. നമുക്ക് സെപ്റ്റംബർ 2-നാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 9567274997 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തെ സിൽവർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സിൽവർ ക്ലാസ് അപ്ഡേറ്റഡ് ക്ലാസ് ആണ്, പഴയ ക്ലാസ് അല്ല. നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് തരാനായിട്ട് ടീച്ചർമാർ പുതിയ മെത്തേഡ്സ് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുത്ത്, അത് മൈൻഡ് ടു റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. എല്ലാവരും ഒരുപാട് ഇമോഷണൽ ബാഗേജുകളും കൊണ്ടാണ് നടക്കുന്നത്. സങ്കടം, വെറുപ്പ്, നീരസം, പക, ഇതെല്ലാം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടില്ല. നമ്മുടെ വൈബ്രേഷണൽ തലം വളരെ ലോ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഒരു ട്രാൻസ്ഫർമേഷൻ, അതാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഒരു എനർജി കിട്ടും. അത് നമുക്ക് പെർമനന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് മനസ്സിൽ കിടക്കുന്ന കണ്ടാമിനേഷൻസ് ഒക്കെ കളഞ്ഞ് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കണം. ഹൈ വൈബ്രേഷനുള്ള ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. പലരും എന്നോട് ചോദിച്ചു, ടീച്ചർമാ കൃഷ്ണകൃപ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ആയത്? അത് മാനിഫെസ്റ്റ് ആക്കാനായിട്ട് ഞാൻ എന്റെ വൈബ്രേഷണൽ തലം ഉയർത്തി വെച്ചു. ഹൈ വൈബ്രേഷനിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടന്നു കിട്ടി. അപ്പൊ എന്റെ മക്കളും നല്ല ഹൈ വൈബ്രേഷനിലിരിക്കുക, എപ്പോഴും സന്തോഷമായിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ചാറ്റാ, ബൈ ബൈ, ലവ് യു.